ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിലെ നാളെ നടക്കാൻ പോകുന്ന ഒരു അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സേതും അതുപോലെ തന്നെ വേണു എല്ലാവരും കൂടി ചേർന്നിട്ട് ഇന്ദ്രനെ തല്ലിച്ചതയ്ക്കുന്ന രംഗമാണ് നമ്മൾ വെള്ളിയാഴ്ചത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് കണ്ടത്. അതിനുശേഷം ഇന്ദ്രൻ ചാവാനായ പരുവത്തിലാവുമ്പോഴേക്കും പല്ലവി പറയുന്നുണ്ട്, മതി, ഇനി ഒരു പ്രാവശ്യം കൂടി അടിച്ചു പോയി കഴിഞ്ഞാൽ ഇയാള് ചത്തുപോകും. എടാ, നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി ജീവിക്കാൻ നോക്ക്. ഇനി ഞങ്ങളുടെ ആരുടെയും 4-7 അയലത്ത് പോലും നിന്നെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് പല്ലവി പറഞ്ഞയക്കാൻ വേണ്ടി പറയാണ്. ആ സമയത്ത് സേതു പറയണ്ടില്ല, പല്ലവി, എനിക്ക് അവനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞയക്കാൻ തോന്നുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും കുടുംബം മാറ്റിമറിച്ചത് ഇവൻ കാരണമാണ്. എന്തോരം പേര് ഇവൻ കാരണം കണ്ണീര് കുടിച്ച് ഇവൻ ജീവിക്കാൻ ഒരു അർഹതയില്ല പല്ലവി എന്നൊക്കെ സേതു പറയുമ്പോ, സേതു ഏട്ടാ നോക്ക്, നമ്മൾ ആരും ദൈവങ്ങളല്ല, മനുഷ്യരാണ്. ദൈവമാണ് അവന് വിധി കൽപ്പിക്കേണ്ടത്. അവൻ ചെയ്തതിന്റെ ഫലമെല്ലാം അവൻ ഇപ്പൊ തന്നെ അനുഭവിച്ചു കഴിഞ്ഞു. ഋതു പറയുന്നുണ്ട്, ഇനി ഇവനായിട്ട് ഒരു ബന്ധവും എനിക്കില്ല. എടാ, നീ കൊണ്ടുപോകുമ്പോ ഈ താലിയും കൂടി കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഋതു ആ താലി ഒരു നമ്മുടെ ഇന്ദ്രന്റെ മുഖത്തേക്ക് വലിച്ചെറിയാണ്. ശേഷം സേതു ഇന്ദ്രന്റെ ഷോൾഡറിൽ പിടിച്ച് ഗേറ്റിനെ വെളിയിലേക്ക് തള്ളുവാട്ടോ. ഇന്ദ്രൻ അപ്പൊ തന്നെ ആകെ വയ്യാണ്ടാവാണ്. എങ്ങനെയൊക്കെയോ ഇന്ദ്രൻ തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തുന്നുണ്ട്. അവിടെയാണെങ്കിൽ ആ സമയത്ത് രാജലക്ഷ്മിയും വിശ്വനും അതുപോലെ തന്നെ പാറും എല്ലാം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഇന്ദ്രൻ കയറി വരുന്നിട്ട്, അമ്മ എന്ന് പറഞ്ഞിട്ട് കയറി വരുവാണ്. അയ്യോ മോനെ ഇന്ദ്ര എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ നമ്മുടെ രാജലക്ഷ്മി ഇന്ദ്രന്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും ഇന്ദ്രൻ കുഴഞ്ഞ് അമ്മയുടെ മേത്തേക്ക് വീഴട്ടോ. എടാ വിശ്വ, എന്റെ മോനെ എന്താണ് സംഭവിച്ചത്? ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെ വിളിക്കുന്നുണ്ടെങ്കിലും ഇന്ദ്രൻ വിളിയൊന്നും കേൾക്കുന്നില്ല. ആ സമയത്ത് വിശ്വം പറയണ്ട, അമ്മേ വേഗം കാർ എടുക്കാം, അമ്മ ചേട്ടനെ കൂട്ടിക്കൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് വിശ്വൻ അപ്പൊ തന്നെ കാർ എടുക്കാണ്. നമ്മുടെ പാറുവും അതുപോലെ തന്നെ രാജലക്ഷ്മിയും കൂടിയിട്ട് ഇന്ദ്രനെ താങ്ങി പിടിച്ച് കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോണ്. ഇന്ദ്രന്റെ കാര്യം എന്തായെന്ന് അറിയില്ല, മിക്കവാറും ഭ്രാന്ത് മാറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതേസമയം പിന്നീട് കാണിക്കുന്ന ഋതുവിനെയാണ്. ഋതു ആണെങ്കിൽ ആകെ വിഷമിച്ച് പൊട്ടിക്കരയാട്ടോ. പല്ലവി പറയട്ടെ, മോളെ നീ വിഷമിക്കണ്ട, നിന്റെ ജീവിതത്തിൽ ഒരു ചീത്ത അധ്യായം ഉണ്ടായിരുന്നു ഇന്ദ്രൻ, അത് അവസാനിച്ചു എന്ന് കരുതിയാ മതി. എങ്കിൽ ഞങ്ങൾ പോയിക്കോട്ടെ വേണു സർ എന്ന് സേതു പറയാണ്. ശരി, എന്നാ പോയിട്ട് വരാം. അല്ല, അമ്മയുടെ അടുത്ത് സത്യങ്ങളൊക്കെ പറയണ്ടേ? നമ്മള് പറഞ്ഞല്ലോ, ഇനി എന്താ വേണ്ടതെന്ന് അയാൾ തീരുമാനിക്കട്ടെ എന്ന് പറയാണ്. പക്ഷെ നമ്മുടെ ലക്ഷ്മിയുടെ ഈ സത്യങ്ങളൊക്കെ അവർ തുറന്നു പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് ഇന്ദ്രനെ പുറത്തേക്ക് തള്ളുന്നത്. പക്ഷെ ലക്ഷ്മി അപ്പോഴും ആരോടും മാപ്പ് പറയാനോ ആരെയും സ്വീകരിക്കാനോ ഒന്നും തന്നെ തയ്യാറാകുന്നില്ല. കാരണം ലക്ഷ്മിയുടെ മനസ്സിലാകെപ്പാടെ വല്ലാത്തൊരു കുറ്റബോധമാട്ടോ. താൻ എന്തൊക്കെ ദുഷ്ടത്തരാണ് തന്റെ സ്വന്തം മോനോടും അതുപോലെ തന്നെ കുടുംബത്തോടും ചെയ്തത് എന്നൊക്കെ ആലോചിച്ചിട്ട് സത്യം മനസ്സിലാക്കാതെ താൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് എന്നൊക്കെ ആലോചിച്ചിട്ട് ലക്ഷ്മി ആകെ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ലക്ഷ്മി ആരെയും അംഗീകരിക്കാത്തത്. അങ്ങനെ സേതു വിചാരിക്കും സത്യങ്ങളൊക്കെ തെളിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അമ്മ സേതുവിനെ 2 കൈ നീട്ടി സ്വീകരിക്കാന്നാണ് സേതു വിചാരിക്കണത്. പക്ഷെ ആ സമയത്ത് ലക്ഷ്മി ഒന്നും മിണ്ടിയില്ല. സേതുവിനും ആകെ വിഷമമാണ്. സേതുവും പല്ലവിയും ഋതുവും അച്ചും കൂടി തിരിച്ച് പൂർണിമയുടെ വീട്ടിലേക്ക് എത്താണ്. പൂർണിമയുടെ അടുത്തേക്ക് എത്താണ്. പൂർണിമ ചോദിക്കണ്ടേ എന്തായും ചോദിക്കുമ്പോ അവൻ പടിയടച്ച് പിണ്ടം വെച്ചു അമ്മേ. പക്ഷേ എനിക്ക് ആകെ വല്ലാത്ത വിഷമം പോലെ എൻ്റെ അമ്മ എന്നോട് മോനെ എന്ന് പോലും സഹതാപത്തോടു കൂടി പോലും വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് സേതു അകത്തേക്ക് കയറാണ്. പല്ലവി എടുത്ത് പൂർണിമ ചോദിക്കേണ്ട, ലക്ഷ്മി എന്താ അങ്ങനെ ചെയ്തത്? സത്യങ്ങളൊക്കെ തെളിഞ്ഞല്ലോ, ഒന്നും സേതുവല്ല ചെയ്തതെന്ന് മനസ്സിലായല്ലോ, എന്നിട്ടും ലക്ഷ്മി എന്താ മോളെ ഇങ്ങനെ അവനോട് പെരുമാറിയത്? എനിക്കറിയില്ല അമ്മേ. സത്യങ്ങളൊക്കെ മനസ്സിലായപ്പോ ലക്ഷ്മി അമ്മ സേതുവേട്ടനെ മോനെ എന്ന് വിളിക്കുകയും അംഗീകരിക്കുകയും കെട്ടിപ്പിടിച്ച് സോറി പറയൂ എന്നൊക്കെ ചെയ്യുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ അവിടെ ഒന്നും സംഭവിച്ചില്ല അമ്മേ എന്ന് പറയാണ്. റൂമിൽ വന്നിട്ട് സേതു ഭയങ്കര കരച്ചിലാട്ടോ. പല്ലവി സേതുവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. സേതു പറയുന്നുണ്ട്, എൻ്റെ അമ്മ എന്നോട് മാപ്പൊന്നും പറയേണ്ട പല്ലവി, പക്ഷെ സ്നേഹത്തോടെ എന്നെ ഒന്ന് നോക്കാലോ, എൻ്റെ അടുത്തേക്കൊന്ന് വരാലോ, അതൊന്നും തന്നെ അമ്മ ചെയ്തില്ല. ഞാൻ എന്ത് തെറ്റാ അമ്മയോട് ചെയ്തത്? അമ്മ എന്നെ ഇത്ര മാത്രം വെറുക്കാൻ വേണ്ടി എന്ത് തെറ്റാ പല്ലവി ഞാൻ എൻ്റെ അമ്മയോട് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാട്ടോ സേതു. ഇതെല്ലാം തന്നെ പൂർണിമ കേൾക്കുന്നുണ്ട്. പൂർണിമ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്നാലും ലക്ഷ്മി എന്താ ഇങ്ങനെ പെരുമാറിയത് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഋതു ആണെങ്കിൽ ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൂർണിമ പറയണ്ട, സാരമില്ല മോളെ, നിനക്കൊരു തെറ്റുപറ്റി, ഒരു കുഴപ്പമില്ല. നോക്ക്, നിന്റെ കൂടെ നിന്നെ കൈവിടുന്ന വീട്ടുകാരല്ലല്ലോ നിനക്കുള്ളത്. നിന്റെ അമ്മയും ചേട്ടനും എല്ലാവരും നിന്റെ കൂടെ തന്നെയില്ലേ. നീ വിഷമിക്കണ്ട. നോക്ക്, നിന്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കാൻ ഞങ്ങൾ എല്ലാവരും ഇല്ലേ. അച്ഛനില്ലാത്ത കുറവ് മാത്രമേ ആ കുഞ്ഞിനുണ്ടാവുള്ളൂ. ബാക്കി മാമനായിട്ടും അമ്മായിയായിട്ടും മുത്തശ്ശിയായിട്ടും അതുപോലെ തന്നെ ചിറ്റമാരൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ തന്നെയില്ലേ. അപ്പൊ നീ എന്തിനിങ്ങനെ വിഷമിക്കണത്? നിന്റെ കുഞ്ഞിനെ കൂട്ടായിട്ട് അടുത്തത് അച്ചുവിന്റെ കുഞ്ഞ് വരും. പിന്നെ കുറെ കഴിയുമ്പോ പല്ലവി പ്രഗ്നന്റ് ആവും. പല്ലവിയുടെ അവരുടെ സേതുവിന്റെ കുഞ്ഞ് എല്ലാവരും കൂടി സന്തോഷത്തോടെ വളരട്ടെ മോളെ.
മോളെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് നമ്മുടെ പൂർണിമ ഋതുവിന് കേട്ടോ. ഋതു മനസ്സുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ദ്രനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഋതുവിന്റെ പ്രസവ സമയം ആകാണ്. പ്രസവത്തിന് ഋതുവിന് ജനിക്കുന്നത് ഒരു പെൺകുഞ്ഞാണ് കേട്ടോ. ഋതു പ്രത്യേകം പറയുന്നുണ്ട്, അവൻ അതായത് ഇന്ദ്രനും ഇന്ദ്രന്റെ അമ്മയും വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതായത് അമ്മ വേണമെങ്കിൽ കാണട്ടെ, ഇന്ദ്രൻ ഒരിക്കലും എന്റെ കുഞ്ഞിനെ കാണരുത്, എന്റെ കുഞ്ഞിന്റെ ഫോട്ടോ പോലും അവനെ കാണരുത് എന്ന് പറയാണ്. അങ്ങനെ ഋതു പ്രസവിക്കുന്ന ഒരു പെൺകുഞ്ഞിനെയാണ് നമ്മുടെ ഇന്ദ്രൻ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് പാറുവും അതുപോലെ തന്നെ വിശ്വനും നമ്മുടെ രാജലക്ഷ്മി ഒക്കെ കുഞ്ഞിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഋതുവിനെ വീണ്ടും രാജലക്ഷ്മി വിളിക്കുന്നുണ്ട്, ഞാൻ ആ വീട്ടിലേക്ക് വരില്ല എന്ന് പറയാണ്. പാറു വിളിക്കുന്നുണ്ട്, അവിടെ ഒരു പ്രശ്നമില്ല, ഋതു വരണമെന്നൊക്കെ പറയുമ്പോൾ ഇല്ല മോളെ ഞാൻ വരുന്നില്ല, നീ സൂക്ഷിക്കണം, ആ വീട്ടിൽ ഇന്ദ്രൻ ഉള്ളിടത്തോളം കാലം നീ സൂക്ഷിക്കണം എന്നൊക്കെ ഋതു ഉപദേശിക്കുകയാണ് ചെയ്യണത് പാറുവിന്. തന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇന്ദ്രൻ ഒരുപാട് കൊതിക്കുന്നുണ്ട്. കുഞ്ഞ് ജനിക്കുമ്പോഴേക്കും ഇന്ദ്രന്റെ സ്വഭാവത്തിൽ നല്ല രീതിയിൽ തന്നെ മാറ്റമുണ്ട് കേട്ടോ. പക്ഷെ അതാരും തന്നെ അംഗീകരിക്കുന്നില്ല. കുഞ്ഞിനെ ഒരു നോക്ക് പോലും കാണാൻ വേണ്ടി ഋതുവോ സേതുവോ പല്ലവിയോ ആരും തന്നെ സമ്മതിക്കുന്നു പോലില്ല കേട്ടോ. അതേസമയം വേണു ആണെന്നുണ്ടെങ്കിൽ മരിക്കണോ ജീവിക്കണോ എന്നറിയാത്ത ഒരവസ്ഥ. സത്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോൾ ലക്ഷ്മി തിരിച്ചു വരും, വേണു രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നൊക്കെയാണ് വേണു വിചാരിച്ചത്. പക്ഷേ ലക്ഷ്മി വരുന്നേയില്ല. 1-2 ദിവസം ലക്ഷ്മിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, ലക്ഷ്മി വരുന്നില്ല. വേണുവിനെ കാര്യം മനസ്സിലായി, ലക്ഷ്മിനെ ഒരിക്കലും തന്റെ ജീവിതത്തിലേക്ക് വരില്ലെന്ന്. പിന്നെ എന്തിനാ തനിക്ക് ഈ ജീവിതം? ജീവിക്കുകയാണെങ്കിൽ ലക്ഷ്മിയായിട്ട് ഒരുമിച്ച് ജീവിക്കുക, അതിന് പറ്റിയില്ലെങ്കിൽ മരിച്ചു കളയുക എന്ന് തന്നെയാണ് നമ്മുടെ വേണു വിചാരിക്കുന്നത് കേട്ടോ. അതിനുവേണ്ടി വേണു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയാണ്. പക്ഷേ അതായത് സ്വന്തം കൈ കൊണ്ട് തന്നെ, അതായത് തോക്കെടുത്തിട്ട് തന്റെ തലക്ക് തന്നെ വെടിവെച്ച് മരിക്കാൻ വേണ്ടിയിട്ടാണ് വേണു ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ ലക്ഷ്മി അവിടെ എത്തുകയും നമ്മുടെ വേണുവിനെ സ്വീകരിക്കുകയും അവരുടെ കുടുംബം സൂപ്പർ ആവുകയും ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും ലക്ഷ്മി സേതുവിന്റെ അടുത്തേക്ക് പോകുന്നേയില്ല. സേതു നമ്മുടെ പല്ലവി എടുത്ത് പറയുന്നുണ്ട്, അമ്മ എൻ്റെ അടുത്ത് വരരുത്, ഇതന്നെ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് പല്ലവി. എന്തിനാന്നറിയാവോ, എൻ്റെ അച്ഛൻ മാധവനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നെ കാണാൻ വേണ്ടി, ഞാനൊന്ന് അച്ഛാന്ന് വിളിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് കൊതിച്ച് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ വഴക്കു പറയുകയും ആട്ടി പുറത്താക്കിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ കൊതിക്കുന്നു, എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുണ്ട്, പക്ഷെ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുന്നില്ല. ഇതെനിക്ക് കിട്ടുന്ന വലിയ ശിക്ഷ തന്നെയാണ്. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛനെ മരിക്കുമ്പോൾ പോലും ഞാൻ സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്നിട്ടില്ലല്ലോ, അതിന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ എന്ന് മനസ്സിലേക്കാണ് സേതു. അപ്പൊ പല്ലവി പറഞ്ഞിട്ട്, സാരമില്ല, ഒരിക്കലും സേതുവേട്ടൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാലും മരിക്കുന്നതിന് മുമ്പാണെങ്കിലും സേതുവേട്ടന് ഒരു ദോഷവും വരാൻ വേണ്ടിയിട്ട് സമ്മതിച്ചിട്ടില്ലല്ലോ. എല്ലാ മക്കളെ അദ്ദേഹം ഒരുപോലെ കണ്ടിട്ടുള്ളൂ. അദ്ദേഹം എത്ര നല്ല മനസ്സിന്റെ ഉടമയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, സേതുവേട്ടൻ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവി നമ്മുടെ സേതുവിനെ ചേർത്ത് പിടിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.